ധർമ്മസ്ഥല കേസിൽ പ്രത്യേക അന്വേഷണ സംഘത്തിലെ ഉദ്യോഗസ്ഥനെതിരെ ഗുരുതര ആരോപണവുമായി സാക്ഷിയുടെ അഭിഭാഷകൻ. സാക്ഷിയെ പരാതി പിൻവലിക്കാൻ നിർബന്ധിച്ചു എന്നാണ് പരാതി. സിർസി സ്റ്റേഷനിലെ ഇൻസ്പെക്ടറും SIT അംഗവുമായ മഞ്ജുനാഥ ഗൌഡയ്ക്കെതിരെയാണ് പരാതി നൽകിയത്. സാരംഗ് സുരേഷ് ഉണ്ട് വിശദവിവരങ്ങളുമായി. സാരംഗ്, ഗുഡ് മോർണിംഗ്. വളരെ വലിയൊരു ആരോപണമാണ് ഇപ്പോൾ നിലവിൽ വരുന്നത്. പരാതി പിൻവലിക്കാൻ ഈ സാക്ഷിയോട് അഭ്യർത്ഥിച്ചു, ആവശ്യപ്പെട്ടു എന്നതാണ് ഇപ്പോൾ നിലവിൽ ലഭ്യമാകുന്ന വിവരം. എന്താണ് ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ? മോത്തി, തെളിവെടുപ്പ് നടന്നുകൊണ്ടിരിക്കുന്ന ഇതിനിടയിലാണ് ഇപ്പോൾ ഇത്തരത്തിൽ വലിയ ഒരു ആരോപണം ഉയരുന്നത്. SITയിൽ വിശ്വാസമുണ്ട് എന്ന് തന്നെയായിരുന്നു ഇവിടെ ആക്ഷൻ കമ്മിറ്റി അടക്കമുള്ള ആളുകൾ എല്ലാ ദിവസവും പറഞ്ഞുകൊണ്ടിരുന്നത്. എന്നാൽ ആ SITക്കകത്ത് ഇത്തരത്തിലുള്ള ആളുകളുണ്ട്, ചെറിയ ബഗ്ഗുകൾ കണ്ടെത്താൻ സാധിച്ചു എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിവരം. സിർസി സ്റ്റേഷനിലെ ഇൻസ്പെക്ടറും SIT അംഗവുമായ മഞ്ജുനാഥ ഗൌഡയ്ക്കെതിരെയാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു ആരോപണം ഉയരുന്നത്. ഇന്നലെ അർദ്ധരാത്രിയോട് കൂടി സാക്ഷിയെ ഭീഷണിപ്പെടുത്തി ഇത്തരത്തിൽ ഒരു മൊഴി ഫോണിൽ രേഖപ്പെടുത്തി എന്നുള്ളൊരു ആരോപണമാണ് ഉയരുന്നത്. ഇപ്പോൾ ആക്ഷൻ കമ്മിറ്റി ഭാരവാഹിയായ ജയന്ത് നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ഇന്നലെ പറഞ്ഞിരുന്നല്ലോ SITയിൽ വലിയ വിശ്വാസമുണ്ട്, ഒറ്റ ദിവസം കൊണ്ട് കാര്യങ്ങൾ പൂർണ്ണമായും മാറി മറിയാണ്. എന്താ പറയാനുള്ളത്? സാർ, ഈ കൂടിനകത്ത് ഇങ്ങനെ വേസ്റ്റ് ക്രിമി ഉണ്ടെന്ന് അറിയാമല്ലോ. മെല്ലി ഓഫീസിൽ നല്ല മനുഷ്യനാണെന്ന് അറിയാൻ പറ്റുന്നത്. അത് ഓഫീസർമാരുടെ എന്താ പ്രഷർ കൊണ്ടുവന്നു നമുക്കറിയില്ല. അതിൻ്റെ എനിക്ക് നമ്മളൊരു സൈഡിൽ നിന്ന് ആ പുള്ളി നല്ല മനുഷ്യനായി നമ്മളങ്ങനെ 100% പുള്ളീൻ്റെ കെയർപ്പിലാണ് നടക്കുമെന്ന് ഓർത്ത്. എന്നാൽ ഇതിൻ്റെ സെൻട്രി ക്രിമികൾ കയറി വന്നു സാറേ. ഇതും കൊണ്ട് നമുക്കിപ്പോൾ ഒരു പ്രശ്നം അയക്കുന്നത്. എന്നാലും പറയുന്നുണ്ട്, മേളി ആ ഉദ്യോഗസ്ഥനെ മാറ്റരുത്, ആ പുള്ളീൻ്റെ കെയറപ്പി ആ പുള്ളി പറയണം എനിക്ക് ആരാ വേണ്ടത്. തീർച്ചയായും ഈ ആരോപണ വിധേയനായ ഉദ്യോഗസ്ഥനെതിരെ നടപടി വേണമല്ലേ? നടപടിയല്ല, അവനെ ജയിലിൽ ആദ്യം ഇടണം. ആദ്യം അവനെ ഇട്ടെങ്കിൽ ബാക്കിയുള്ളവർ ശരിയാവുള്ളൂ. ഇവൻ ഇത്ര വലിയൊരു പ്രശ്നമായിക്കൊണ്ടിരിക്കുന്ന ആ സമയത്ത് ഇവൻ വന്നിട്ട് റെക്കോർഡ് ചെയ്തിട്ട് വീഡിയോ ചെയ്തിട്ട് പിടിച്ചോണ്ട് പോകണം. എന്താ ഉദ്ദേശം അത്? അല്ല, ഈ സൗജന്യപര പോരാട്ടക്കാരെ ജയിലിടാനാ? ഞങ്ങളത് വന്നിട്ടില്ലായിരുന്നു, ഞങ്ങളുടെ ഡ്യൂട്ടി ചെയ്തിട്ടുണ്ടായിരുന്നു. ഞങ്ങളിപ്പോൾ എൻട്രായി, ഇനി സൗജന്യക്കാർ എൻട്രായി. ഇനി അറിയാം എന്താവുമെന്ന്. ഞാൻ പറയുന്നത് അവിടെയുള്ള ബോഡി 1, 2 അല്ല, അവരെടുത്തില്ലെങ്കിൽ ഞങ്ങളെടുത്ത് റോഡിലിടും. ഇല്ല, ഞങ്ങളെടുത്ത് ഇവരുടെ ഈ CMൽ ഗൃഹസച്ചിന് മുമ്പിൽ കൊണ്ടുവെക്കും. ഈ പണി ഞങ്ങൾ ചെയ്യും. അത് ചെയ്യിക്കരുത്. കാനൂന് രീതി ചെയ്യിക്കാനുള്ള അവസ്ഥ എല്ലാം ചെയ്യണമെന്ന് ഞാൻ പറയുന്നത് ഇവരോട്. നിയമത്തിന്റെ വഴിയിൽ തന്നെ പോകണം, അല്ലെങ്കിൽ പൊതുജനങ്ങൾ പ്രതിഷേധവുമായി രംഗത്തിറങ്ങുമെന്നുള്ള ഒരു കാര്യം തന്നെയാണ് ഇപ്പോൾ ഈ ആക്ഷൻ കമ്മിറ്റിയുടെ ഭാഗത്ത് നിന്ന് വരുന്നത്. കാരണം വലിയ തോതിലുള്ള ഒരു ആരോപണമാണ്. കാരണം SIT നല്ല രീതിയിൽ അന്വേഷണവുമായി മുന്നോട്ടേക്ക് പോകുന്നു, കൃത്യമായ രീതിയിൽ തെളിവെടുപ്പ് നടക്കുന്നു എന്ന രീതിയിലൊക്കെ തന്നെ വാർത്തകൾ വരുന്ന സമയത്ത് തെളിവുകൾ ലഭിക്കുന്നു. അതിനിടയിലാണ് ഇപ്പോൾ ഇത്തരത്തിൽ വലിയൊരു ആരോപണം ഉയരുന്നത്. ഈ ഇൻസ്പെക്ടർ ബെൽത്തങ്കടിയിലെ SIT ക്യാമ്പിനകത്ത് നിന്നാണ് ഇത്തരത്തിൽ ഒരു പ്രവൃത്തി ചെയ്തത്. ഏറ്റവും പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥർ വരെ അവിടെ സ്റ്റേ ചെയ്ത് താമസിച്ച് നിൽക്കുന്ന ആ വിവാദമായിരുന്നല്ലോ സാരംഗ്. അതായത് തുടക്കത്തിൽ ചില അംഗങ്ങൾ, പ്രത്യേക അന്വേഷണ സംഘവുമായി ബന്ധപ്പെട്ടവരൊക്കെ ആ തൽസ്ഥാനത്ത് നിന്ന് മാറി നിൽക്കാൻ ശ്രമിച്ചതൊക്കെ നമ്മൾ കണ്ടതാണ്. ഇപ്പോഴിതാ മറ്റൊരു വിവരം കൂടി പുറത്തു വരുന്നതനുസരിച്ച് SIT അംഗമായ മഞ്ജുനാഥ ഗൌഡ ഇത്തരത്തിൽ സാക്ഷിയോട് പരാതി പിൻവലിക്കാൻ ആവശ്യപ്പെട്ടു എന്നതാണ്. സാരംഗ് സുരേഷാണ് വിശദവിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്.